ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളെല്ലാം കുഞ്ഞന്മാരെ നമ്മൾ പറത്തിക്കാൻ പോവാണ്. അപ്പോൾ 1.5 മണിക്കൂറാണ് ഇതുവരെ പറഞ്ഞ പ്രാവ്. അപ്പോൾ നമ്മളൊന്ന് 2 മണിക്കൂർ വരെ പറത്തിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാണ്ട്, വീഡിയോസിന് ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ എടുക്കാൻ നോക്കുന്നുണ്ട്, പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 2 പ്രാവിനെ നമ്മൾ പുറമേടലാണ്, വേറെ ഒന്നുമല്ല, കൂടില്ല. അപ്പോൾ ഇതിന് വേണ്ടി കൂടൊക്കെ ഉണ്ടാക്കണം. ഇത് നമ്മളെ കുഞ്ഞന്മാരാണ്. 1ാം കള്ളി വരുന്നുള്ളൂ, 0 കള്ളിയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ പുറത്തിട്ടതാണ്. ഒരു 1ാം കള്ളിയൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൂടൊക്കെ അടിക്കും, എന്നിട്ട് സിംഗിൾ കേജിലേക്ക് ഇടും. ഇതൊരു തലവെള്ളയിലാണ് വരുന്നത്. മറ്റേത് ഏകദേശം ഒരു വെള്ള മിക്സാണ്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഈ കളറിൽ എങ്ങനെ വന്ന പ്രാവ് എന്നൊന്നും അതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വിടാൻ പോകുന്നത് ഇതാ ഈ വെള്ളക്കുഞ്ഞന്മാരെയാണ്. ഇതാണ് നമ്മളെ ഫീമെയിൽ വരുന്നത്. ഫീമെയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ ഒപ്പം വിടുന്നത്. അപ്പോൾ ഇതിങ്ങളൊക്കെ ഒന്ന് വായ്ക്കൂട്ടിലേക്ക് ഇടാം. പിന്നെ നമ്മളെ ടൈം കൂട്ടി പറത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അരമണിക്കൂറേക്ക് പറക്കാൻ വേണ്ടിയിട്ട് ഈ സബ്ജനയും കൂടി ഇടും. അപ്പോൾ കുറച്ചും കൂടി ടൈം കയറും. അപ്പോൾ ഇതാണ് ഞാൻ പറത്തിക്കുന്നപ്പോൾ ഉള്ള പ്രാവുകൾ. ബാക്കിയൊക്കെ ഞാൻ വെട്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് ഈ 2 വെള്ളക്കുഞ്ഞന്മാരെ പിടിച്ച് ആ വായ്ക്കൂട്ടിലേക്ക് ഇടാം. നമ്മളെ പ്രാവിനൊക്കെ നമ്മൾ ആ വായ്ക്കൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രാവ് ആകാശത്തേക്കൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഏകദേശം പറത്താൻ പറ്റിയൊരു സമയമാണ്. കാലാവസ്ഥയൊക്കെ ഓക്കെയാണ്, മഴക്കാറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, ഇതുങ്ങൾക്ക് കുറച്ച് വെള്ളം അടിച്ചു കൊടുത്തിട്ട് ഒന്ന് പറത്താം. ഓക്കെ, വിടാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാത പറന്ന് തുടങ്ങിയിട്ടാ. അപ്പോൾ ഇന്നലെ വിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു 1.5 മണിക്കൂർ പറന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വിട്ട്. അപ്പോൾ ഇന്ന് എത്ര മണിക്കൂർ പറക്കും നോക്കണം. ഇന്ന് നമുക്ക് 2 മണിക്കൂർ പറത്തിക്കണം. അപ്പോൾ അതിനെ എന്തായാലും ഒരു ഹൈറ്റ് കയറി വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ കയറി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല മറയലൊക്കെ ഉണ്ട് പ്രാവിന്. എന്തായാലും ഓല് ഹൈറ്റ് കയറി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഹൈറ്റ് കയറിയിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ പ്രാവ് വിട്ടിട്ട് ഒരു 2 മിനിറ്റ് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പ്രാവ് അതാ ടോപ്പ് പറക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നുണ്ടോ അറിയില്ല.
രണ്ടുപേര് നല്ല ടോപ്പിൽ. ഞാൻ സൂം ചെയ്ത് തരാം പറ്റുന്ന പോലെ. ഇത് ഒന്നാമത് നല്ല വെള്ള കളറായതുകൊണ്ട് പെട്ടെന്ന് പ്രായനെ മനസ്സിലാവില്ല. അവിടെ ഉണ്ട് പ്രാവ്. ഓക്കെ ഗൈസ്, നമ്മളെ പ്രാതായി നമ്മളെ കളത്തിലേക്ക് വന്നിക്കാം. അതൊന്ന് സൂം ചെയ്ത് തരാം. ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട്, അതാണ് സീന്. ഓക്കെ, ഇതാ നമ്മളെ കളത്തിലേക്ക് വന്നിട്ടുണ്ട് പ്രാവ്. രണ്ടുപേരും നല്ല ഹൈറ്റിലാണ്. ഇത് ഫോണിന്റെ മാക്സിമം സൂമാണ്. ഫോണിന്റെ മാക്സിമം സൂമിലാണ് ഇപ്പോൾ കാണുന്നത്. ഒന്നാമത് ചെറുതായിട്ട് ഇപ്പോൾ മയക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് പ്രായനധികം കാണുന്ന അറിയില്ല. എന്തായാലും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, കുഴപ്പമില്ല. സൂം ഔട്ട് ആക്കുമ്പോൾ പ്രായനെ കാണുന്നില്ല. അത്രയും നല്ല ഹൈറ്റിലാണ് പ്രാവ് ഉള്ളത്. എന്തായാലും കുറച്ചും കൂടി ഒരു പറക്കട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവ് നല്ല ഹൈറ്റിലാണ്. ഒന്നാമത് നല്ല കാർമേഘം ഉണ്ട്, അത്യാവശ്യം നല്ല കാർമേഘം ഉണ്ട്. ചിലപ്പോൾ പണി പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല കാർമേഘമാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം പ്രായം നോക്കുന്നത്. പ്രായനെ ചെറുതായിട്ടൊക്കെയാണ് കാണുന്നത്, ചെറിയ പൊട്ട് പോലെയൊക്കെയാണ്. വേറെ ഒന്നല്ല, ഒന്നാമത് പ്രാവ് വെള്ള കളറിലാണ്. ഒന്നാമത് ആകാശവും വെള്ള കളറാണ്, അതുകൊണ്ടാണ് സീന്. എന്തായാലും കുറച്ച് താന്ന് വരുമ്പോൾ നമുക്ക് ഒന്ന് കാണിച്ചു തരാം. മാക്സിമം കാണുന്ന രീതി ഞാൻ എടുക്കുന്നുണ്ട് വീഡിയോ. ഇതിനൊക്കെ കാലാവസ്ഥേൻ്റെ അനുസരിച്ച് നിൽക്കും. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ കർമ്മേഘം പോകുന്നുണ്ട്. ഇപ്പോഴും നല്ല ഹൈറ്റിലാണ് പ്രാവുള്ളത്. എന്തായാലും കുറച്ച് താന്ന് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളെ കാലാവസ്ഥ ചെറുതായിട്ടൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ തെളിച്ച, ബാക്കി ഇങ്ങോട്ടൊക്കെ നല്ല കർമ്മേഘമാണ്. കണ്ടില്ലേ, നല്ല കർമ്മേഘമാണ് അങ്ങോട്ടൊക്കെ. ഇവിടെ മാത്രം ഒരു ചെറിയൊരു തെളിച്ച വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രായനെ തീരെ കാണുന്നില്ല, അതാണ് ഒന്നാമത്. ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്, കർമ്മേഘത്തിൽ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നാമത് നല്ല മഴക്കാറാണ് വരുന്നത്, ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്. ഒന്നാമത് പ്രായന് ചിറക് വലിച്ചൂരിയതല്ല, കുഞ്ഞന്മാരാണ്. ചിറക് പെട്ടെന്ന് നനവ് പറ്റിയാൽ പ്രായന് പറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ കുറേ നോക്കി, പ്രായനെ അവിടെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഒന്നാമത് കാണാത്തതാണോ? ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളത് ആ പ്രാവ് പറക്കുന്ന. ഓക്കെ, ഇത് ഞാൻ കുറച്ച് ക്ലിയറിൽ എടുത്തുതരാം. ഓക്കെ, നമ്മളെ പ്രാവ് തെളിച്ചത്തേക്ക് വന്നിക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്, അതുകൊണ്ടാണ് ഫോണിന് പോലും ഇത് കിട്ടാത്ത. ഓക്കെ, ചെറുതായിട്ടൊക്കെ കാണാം നിങ്ങൾക്ക്. ഇതിപ്പോൾ നല്ല ഫുൾ HD ഇടുന്ന വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ കാണും, അല്ലാത്തവർക്ക് 360p കാണുന്നവർക്ക് ചിലപ്പോൾ കാണൂല. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് പ്രാവ് ഉള്ളത്. ഒന്നാമത് പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മേഘം ഉണ്ട്, അവിടെ മാത്രമേ ഒരു തെളിച്ചുള്ളൂ, ബാക്കിയൊക്കെ കർമ്മേഘമാണ്. എന്താവട്ടെ, നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവ് പറക്കുന്ന. ഇപ്പോൾ കുറച്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട് പ്രാവിനെ, എന്നാലും അധികം കാണാൻ പറ്റുന്നൊന്നുമില്ല, അതാണ് ഒരു വിഷമം. അത്യാവശ്യം നല്ല പ്രാവ് ഹൈറ്റിലാണ്. ഇപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കാണാം. ഞാൻ പറഞ്ഞ് HD ഉള്ളവർക്ക് കൂടുതൽ കാണാം, ലോയിൽ ഇട്ടിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല പ്രാവിനെ. ഇതാണ് മാക്സിമം സൂം ഫോണിൻ്റെ. ഇത് കുറച്ച് പ്രാവ് താന്ന് വന്നപ്പോൾ എടുത്തതാണ്. ഇതിനെക്കാട്ടും നല്ല ഹൈറ്റിലായിരുന്നു കുറച്ച് നേരത്തെ. അപ്പോൾ നമ്മൾ പ്രാവ് ഇറങ്ങാൻ നോക്കുന്നതെന്നൊരു ഡൗട്ട് ഉണ്ട്. താന്ന് വരുന്നുണ്ട് രണ്ടും. ഇപ്പോൾ ഇതാ നമ്മളെ കളത്തിലേക്ക് വരുന്ന. ഇപ്പോൾ അത്യാവശ്യം താന്ന് വന്നിട്ടുണ്ട്, എന്നാലും ഹൈറ്റിൽ തന്നെയാണ് പ്രാവ് ഉള്ളത്. ഒന്ന് സൂം ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ്. പക്ഷേ ഇതിനെക്കാട്ടും നല്ല ഹൈറ്റിലാണ് കുറച്ച് നേരത്തെ. ഇതിപ്പോൾ നമ്മളെ സ്ഥലത്തേക്ക് വീണ്ടും കാർമേഘം വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഇരുട്ടായിട്ടുണ്ട്, ഉണ്ടോ ഗൈസ്? ഇപ്പോൾ നേരത്തെക്കാട്ടിലും കുറച്ചും കൂടി ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പ്രാവ് സ്റ്റാമിന തന്നെ പറക്കുന്നുണ്ട്. ഭാഗ്യത്തിനാണ് മഴ പെയ്യാത്തത്,
ഈ കാർമേഘമൊക്കെ ഉള്ളപ്പോൾ മഴ പെയ്യേണ്ടിയാണ്. മഴ പെയ്യല്ലേന്നാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. മഴ പെയ്താൽ പ്രാവ് ചിലപ്പോൾ പോവും. അപ്പോൾ അത്രയായിട്ട് ആണ്. നല്ലൊരു കാറ്റും മഴ വന്നിട്ട് എന്തായാലും മിസ്സാവും പ്രാവിനെ. എന്തായാലും കുറച്ച് നേരം താന്ന് വരുമ്പോൾ ഒക്കെ ഞാൻ പറയാം, അപ്ഡേറ്റ് ചെയ്യാം. ഇത് ഹൈറ്റ് കയറി പോകുമ്പോൾ മാക്സിമം എടുക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് എടുക്കാത്തത്. ഇപ്പോൾ ഒക്കെ കുറച്ച് മീഡിയം അല്ല, എന്നാലും ഹൈറ്റിൽ തന്നെയാണ്. ഫോണിൻ്റെ പവർ കൊണ്ടാണ് ഇത്ര കാണുന്നത്. സൂം ഔട്ട് ചെയ്തിട്ടുണ്ട്, തീരെ കാണൂല. എന്തായാലും ഓല് പറക്കട്ടെ. ഞാൻ മഴയോ അങ്ങനത്തെ എന്തേ ഇഷ്യൂ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്. നല്ലൊരു മഴക്കാറിൻ്റെ എല്ലാ സാധ്യതയുണ്ട്. നല്ല കാർമേഘം ഉണ്ട്. നമ്മുടെ പ്രാവ് അത്യാവശ്യം താന്നിട്ട് തന്നെയാണ് വന്നത്. അത്യാവശ്യമല്ല, താന്നിട്ട് തന്നെയാണ് പറക്കുന്നത്. നമ്മളെ പ്രാവ് പ്രാവ് അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നല്ല കർമ്മേഘമുണ്ട്. അപ്പോൾ നമ്മളൊന്നും നോക്കുന്നില്ല, നമ്മൾ പ്രാവിനെ അങ്ങ് ഇറക്കാൻ നോക്കുകയാണ്. വെറുതെ പ്രാവിനെ പോയി മിസ്സാക്കണ്ടല്ലോ. നമ്മളെ പ്രാവ് ഇതാ പറന്നുകൊണ്ടിരിക്കുന്ന. അത്യാവശ്യം നല്ല ഫോമിൽ തന്നെയാണ് പ്രാവ് ഉള്ളത്, ഹൈറ്റിൽ തന്നെയാണ്. പക്ഷെ പ്രാവിനൊന്ന് ഇറങ്ങാൻ മടിയൊന്നുമില്ല. പക്ഷെ ഇറക്കണം, അല്ലേ മഴ കൊണ്ടുപോകും പ്രാവിനെ. ഒന്നും നോക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് പ്രാവിനൊക്കെ ഈ വയക്കൂട്ടിൻ്റെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ വയറ്റിങ്ങൾ ഇറങ്ങിക്കോളൂ. ഇപ്പോൾ എത്ര മിനിറ്റായി? 1 മണിക്കൂർ 9 മിനിറ്റ് ആയിട്ടുണ്ട്. 1 മണിക്കൂർ 9 മിനിറ്റ് ആയി. ഞാൻ 2 മണിക്കൂർ വരെയാണ് പറത്താൻ വിചാരിച്ചത്. പക്ഷേ മഴ ചതിക്കും മിക്കവാറും. അവിടെയൊക്കെ നല്ല മഴൻ്റെ ഒരു മൂടലുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഇങ്ങനെ പെയ്ത് വരുന്നുണ്ട് മഴ. അവിടെ നിന്ന് പെയ്ത് വരുന്നുണ്ട് മഴ. ഇനി കൂടുതൽ നിൽക്കുന്നില്ല. ഈ മലൻ്റെ ആ സൈഡിൽ കൂടെ ഒക്കെ മഴ ഇങ്ങനെ വരുന്ന. ഇനി വീഡിയോ എടുക്കാനൊരു നേരം ഉണ്ടാവില്ല. ഞാൻ പെട്ടെന്ന് തന്നെ പ്രാവിനെ പുറമേക്ക് ഇടട്ടെ. ഇന്നും പണി കിട്ടി. അത് നല്ല മഴ പെയ്യുന്ന. നമ്മളെ മഴൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നല്ല മഴയാണ്. അവിടെ നിന്നാണ് ഞാൻ മഴ വരുന്നത് മനസ്സിലാക്കുക. എന്തായാലും ഇത് അവിടെ പെയ്യുന്നുണ്ട്, ക്യാമറയെ കാണാത്തതാണ്. പ്രാവ് മഴത്തൊക്കെ കുളിക്കുകയാണ്. നമ്മളെ മറ്റേ പ്രാവ് ഇറങ്ങാൻ നോക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കാണിക്കാത്തത്. ഇതാ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി വരുന്നുണ്ട്. ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട്, അതാണ് സീന്. അപ്പോൾ ഓല് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. വെറുതെ മഴ ഫോണൊന്നും നനയ്ക്കണ്ട. നമ്മളതാ പ്രാവ് ഇറങ്ങുന്ന പറ്റുന്ന പോലെ ഞാൻ എടുക്കുന്നുണ്ട്. ഒന്നാമത് മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. നമ്മളെ പ്രാവ് അത്യാവശ്യം നല്ല താന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു മഴക്കാറാണ്. അങ്ങോട്ടൊരു വെളിച്ചം കാണുന്നുണ്ട്, എന്നാലും ഇങ്ങോട്ട് നല്ല മഴക്കാറാണ്. പ്രാവ് ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. മഴ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നടക്കാത്തത്. അപ്പം നമ്മളെല്ലാ പ്രാവിനെ ഇപ്പം തുറന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രാവ് ഇറങ്ങുന്നത്. താന്ന് വരുന്നുണ്ട്. ഈറ്റങ്ങളെങ്ങനെ വെട്ടിടുന്നതിന് ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈറ്റങ്ങളിങ്ങനെ ചിറക് ഇങ്ങനെ വെറുതെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാവ് പെട്ടെന്ന് ഇറങ്ങും. വേണ്ടോ, ഇങ്ങനെ വേണ്ടാതെ അങ്ങനെ ചിറക് അടിച്ചുകൊണ്ടിരിക്കും. കുറച്ച് നേരത്തെ കുഞ്ഞന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റാൻഡുമെന്ന് മുകളിൽ വൈക്കൂടെ ഒക്കെ ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിറകടിക്കേണ്ട ആവശ്യം വന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി തന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. പ്രാവ് എന്നാലും താന്നിട്ട് തന്നെയാണ് പറക്കുന്നത്. ഒരു ഇറങ്ങാനൊരു മടി. നമ്മളെല്ലാ പ്രാവും ഇങ്ങനെ ചിറകടിക്കുക.
അതിനില്ലേ പറ്റുകയാണെങ്കിൽ ക്യാമറ ഇങ്ങനെ തന്നെ വെക്കാം. പ്രാവ് ഇറങ്ങുമ്പോൾ ഒന്ന് ക്ലോസ് ചെയ്ത് എടുത്തിരുന്നുണ്ട്. അത് നല്ല മഴ ഉണ്ട്. ഇതാ പ്രാവ് അതാ കുളിച്ചുകൊണ്ടിരിക്കുന്ന, ഇതാ പ്രാവ് അതാ ഇറങ്ങുന്ന. ഓക്കെ, ഒരു പ്രാവ് ഇറങ്ങിയിട്ടുണ്ട്. അതാ അടുത്തതും ഇറങ്ങി. ഓക്കെ, ഇപ്പോൾ പറത്തുന്ന ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ടൈം കിട്ടിയില്ല. ടൈം 1 മണിക്കൂർ 23 മിനിറ്റുമാണ്. കഴിഞ്ഞ പ്രാവശ്യം 1 മണിക്കൂർ 28 മിനിറ്റും പറന്നുണ്ട്. ഇന്നൊരു 2 മണിക്കൂർ പറത്താന്ന് വിചാരിച്ചു, പക്ഷെ മഴ അനുവദിച്ചില്ല. എന്തായാലും വീഡിയോയിൽ ഇനി ടൈം കൂട്ടുന്ന ഇനി ഇടുന്നില്ല. എപ്പോൾ ടൈം കൂട്ടാൻ ഇടുന്ന വീഡിയോ ഒക്കെ ഫുള്ളും പണി പാളുകയാണ്. എന്തായാലും ഞാൻ നാളെയൊക്കെ നോക്കട്ടെ. ഒരു വെയിലിറക്കിയാണെങ്കിൽ കുറച്ച് നേരത്തെ അങ്ങ് പ്രാവിനെ വിടാം. നാളെ പണിക്ക് പോകാണ്ട്, അതാണ് ഒന്നാമത് സീന്. പെട്ടെന്ന് തന്നെ പണി കഴിയുകയാണെങ്കിൽ ഒരു 3 മണിക്കൊക്കെ വിട്ടിട്ട് പെട്ടെന്ന് ഒരു 2 മണിക്കൂറായിട്ട് പെട്ടെന്ന് പ്രാവിനെ ഇറക്കാം. അല്ലാതെ ഇപ്പോൾ ഈ മഴക്കാലത്തൊന്നും ഈ 6 മണി വരെ ഒന്നും നിൽക്കാൻ പറ്റൂല. 6 മണിയൊക്കെ ആകുമ്പോൾ മഴക്കാറുണ്ടെങ്കിൽ നല്ല ഇരുട്ടായിരിക്കും. എന്തായാലും നമ്മളെ പ്രാവ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര സമയം? ഇപ്പോൾ 6:11 ആയിട്ടുണ്ട്. അപ്പോൾ 6:11 ഇരുട്ടൊക്കെ ഉണ്ട്. അങ്ങോട്ടതാ വിളിച്ചോ. ഒരു മഴക്കാറ് വെറുതെ വന്നു പോയി. ഒരു മഴ അതാ പെയ്യുന്ന. ഓ എന്താവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈറ്റിങ്ങ ടൈം കയറ്റണം. എന്നിട്ട് ഒരു 5 മണിക്കൂറൊക്കെ പറഞ്ഞിട്ട് പിന്നെ വെട്ടിയിടണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറക്കാനാണ്. ഇതിൻ്റെ ബ്രീഡ് ഇനി ഇല്ല മൂപ്പര കൈമൽ. ഇത് ലാസ്റ്റ് പീസാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് കയറുന്ന ഹൈ ഫ്ലയർ ആണ്. അപ്പോൾ ഇതിനെ കളയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മൂപ്പര്. അതുകൊണ്ട് ഒരു 5 മണിക്കൂർ പറഞ്ഞിട്ട് വെട്ടിയിടും. എന്താവട്ടെ, ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. നമ്മളെ പ്രാവുകളതാ കുളിക്കുന്ന മയത്ത്. എന്താ അടുത്തൊരു നല്ലൊരു പറത്തിക്കൽ വീഡിയോയിൽ കാണാം. ബൈ.